വെൽക്കം ടു ശാന്തമാതൃ IAS ഫൗണ്ടേഷൻ. PSIR ഓപ്ഷനിലെ പൊളിറ്റിക്കൽ തിയറിയിലെ ലിബർട്ടി എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. MA പൊളിറ്റിക്കൽ സയൻസിനും കൂടിയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. ലിബർട്ടി. വാട്ട് ഈസ് ലിബർട്ടി? ലിബർട്ടി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ തിയറി. പൊളിറ്റിക്കൽ തിയറിയിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ കണ്ടീഷൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ആർ ഫ്രീ ടു തിങ്ക്, ആക്ട് ആൻഡ് ഡെവലപ്പ് ദർ പേഴ്സണാലിറ്റി വിതൗട്ട് അൺനെസസറി റെസ്ട്രിക്ഷൻ. ഓരോ വ്യക്തികൾക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും അവരുടെ വ്യക്തിത്വ വികാസത്തിനുമുള്ള സാഹചര്യം അനാവശ്യമായ നിയന്ത്രണങ്ങളില്ലാതെ ഉണ്ടായിരിക്കുക എന്ന അവസ്ഥയാണ് നമ്മുടെ ലിബർട്ടി എന്ന് പറയാം. എല്ലാവർക്കും അവരവരുടെ രീതിയിൽ വളരാനും വികസിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക, അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഇല്ലാതെ ഇരിക്കുക. ഈ ലിബർട്ടി എന്ന് പറയുന്നത് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്, ജസ്റ്റിസ്. ലിബർട്ടി എന്ന് പറയുന്നത് ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്, ജസ്റ്റിസ്, ഇക്വാലിറ്റി, അതായത് ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും നീതിയും സമത്വവും പൗരത്വവും ഒക്കെ ആയിട്ട് വളരെയേറെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി ഹാവ് ഡിബാറ്റഡ് ദ മീനിങ് ഓഫ് ലിബർട്ടി ആൻഡ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ പ്രൊട്ടക്റ്റിംഗ് ഇറ്റ്. നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള തത്വചിന്തകരും ചരിത്രത്തിലുടനീളം എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ചും അതെങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള സംവാദങ്ങളും ആലോചനകളും ചിന്തകളും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലിബർട്ടി, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു സംഭവം ആ ഒരു ക്ലാസിക്കൽ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ മോഡേൺ കാലഘട്ടത്തിലേക്ക്, ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിന് വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ട്. ക്ലാസിക്കൽ ഐഡിയ, ആ ഒരു ക്ലാസിക്കൽ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീഡം ഫ്രം ഗവൺമെൻറ് ഇൻ്റർഫറൻസ് ആയിരുന്നു. അതായത് ഭരണാധികാരികളുടെ അനാവശ്യമായ ഇടപെടലുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായിരുന്നു അന്നത്തെ കാലത്ത് ഫ്രീഡം എന്ന് പറയാം, പഴയ കാലത്ത് ഫ്രീഡം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് മോഡേൺ ഐഡിയ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് കണ്ടീഷൻ ദാറ്റ് ഇനാബിൾ ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ദർ പൊട്ടൻഷ്യലാണ്. ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ കൂടി ഒരുക്കുന്ന രീതിയാണ് ഇന്നത്തെ കാലത്ത് ലിബർട്ടി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിബർട്ടി റിമൈൻ എ സെൻട്രൽ വാല്യൂ ഇൻ മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം. ആധുനിക കാലഘട്ടത്തിൽ ലിബർട്ടി വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൂല്യമാണ്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ സെൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ഫ്രീ ടു തിങ്ക്, ആക്ട് ആൻഡ് ഡെവലപ്പ് ദർ പേഴ്സണാലിറ്റി വിത്തൗട്ട് അൺനെസസറി റെസ്ട്രിക്ഷൻ. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്, ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്. So the meaning of liberty is being debated, and in classical era it was just freedom from government interference. In the modern era it is become creating condition that enable individual to develop their potential. So it remains a central value in modern political system. Meaning of liberty. ലിബർട്ടി എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ഒരു ലിബർ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡാണ്. അത് ഫ്രീ എന്നാണ് അർത്ഥം. In political theory, liberty does not mean absence of all restraint. ഒരു നിയന്ത്രണവും ഇല്ലാതിരിക്കുക എന്നതല്ല പൊളിറ്റിക്കൽ തിയറിയിൽ ലിബർട്ടിയുടെ മീനിങ്. അൺലിമിറ്റഡ് ഫ്രീഡം ലീഡ്സ് ടു ഡിസോർഡർ ആൻഡ് കോൺഫ്ലിക്റ്റ്. നമുക്ക് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ എന്താവും, എല്ലാവരും ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കും. അത് തമ്മിൽ ഒരു കലഹത്തിലേക്കും സൊസൈറ്റിയിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ലിബർട്ടി എന്ന് പറയുന്നത് ഫ്രീഡം ടു ആക്ട് വിത്തിൻ എ ഫ്രെയിംവർക്ക് ഓഫ് ലോസ് ദാറ്റ് പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഓൾ. മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫ്രീഡം ടു ആക്ട് വിത്തിൻ എ ഫ്രെയിംവർക്ക് ഓഫ് ലോസ്. ഫ്രീഡം ടു ആക്ട് വിത്തിൻ എ ഫ്രെയിംവർക്ക് ഓഫ് ലോസ് ദാറ്റ് പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഓൾ. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഫ്രെയിംവർക്കിൽ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുക. അതിനാണ് ലിബർട്ടി എന്നതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഹരോൾഡ് ലാസ്കിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ദ ഈഗർ മെയിൻ്റനൻസ് ഓഫ് കണ്ടീഷൻ ഇൻ വിച്ച് മെൻ മേ ഡെവലപ്പ് ദർ ഫുള്ളസ്റ്റ് കപ്പാസിറ്റീസ്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തിനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ലിബർട്ടി ഈസ് നോട്ട് മിയർലി ഫ്രീഡം ഫ്രം റീസ്ട്രെയിൻ, ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ്
ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൂടിയാണ്. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്താണ് നെഗറ്റീവ് ലിബർട്ടി എന്ന പോസിറ്റീവ് ലിബർട്ടി എന്ന കൺസെപ്റ്റിലൂടെ. അപ്പോൾ ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിബർട്ടി ഏതൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറൽ ലിബർട്ടി, ഫ്രീഡം എൻജോയ്ഡ് ബൈ ഹ്യൂമൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നാച്ചർ ബിഫോർ സൊസൈറ്റി ആൻഡ് ഗവൺമെൻറ്. ഈ സൊസൈറ്റിയൊക്കെ ഗവൺമെൻറ്റൊക്കെ വരുന്നതിന് മുമ്പ് മനുഷ്യൻ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ജോൺ ലോക്സ്, ജീൻ ജാക്വസ് റൂസോ എന്ന 2 ചിന്തകന്മാരാണ്. കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് ആക്ഷൻ, നോ പൊളിറ്റിക്കൽ അതോറിറ്റി ബേസ്ഡ് ഓൺ നാച്ചുറൽ റൈറ്റ്. അന്ന് മുഴുവൻ സ്വാതന്ത്ര്യമുണ്ട്, ഒരു ഗവൺമെൻറ്റോ അതോറിറ്റിയോ ഒന്നുമില്ല, പ്രകൃതി തന്നെ നൽകിയിട്ടുള്ള അവകാശമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് ഇൻസെക്യൂരിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. എപ്പോഴും എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങി അത് തമ്മിൽ ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇപ്പോൾ ഒരു ഫ്രൂട്ട് കിട്ടി അത് 2 ആൾക്കും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഇതിൽ റെഗുലേറ്റ് ചെയ്യാൻ അവിടെ ആരും അതോറിറ്റി ഇല്ല. അപ്പോൾ അതാണ് നാച്ചുറൽ ലിബർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ സിവിൽ ലിബർട്ടി എന്ന് പറയുന്നത് ഫ്രീഡം എൻജോയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ആസ് മെമ്പേഴ്സ് ഓഫ് എ സിവിലൈസ്ഡ് സൊസൈറ്റി. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ, നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ മനുഷ്യനുണ്ടായിരിക്കുന്ന ലിബർട്ടി. ഫ്രീഡം ഓഫ് സ്പീച്ച്, റിലീജിയൻ, മൂവ്മെൻറ്റ്, അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്, മതവിശ്വാസം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ഇൻഡിവിജ്വൽ ഫ്രം ആർബിട്രറി സ്റ്റേറ്റ് ആക്ഷൻ, എൻഷുവേഴ്സ് പേഴ്സണൽ ഡിഗ്നിറ്റി. ഏകാധിപത്യപരമായ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇടപെടലുകളിൽ നിന്നും വ്യക്തികളെ സംരക്ഷിക്കുന്നു, അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ലിബർട്ടി. പൊളിറ്റിക്കൽ ലിബർട്ടി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതായത് റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു കണ്ടസ്റ്റ് ഇലക്ഷൻ, റൈറ്റ് ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇങ്ങനെയുള്ള ലിബർട്ടി എന്ന് പറയുന്നത്. ദിസ് ഫോം ദ ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി ആൻഡ് അക്കൗണ്ടബിൾ ഗവൺമെൻറ്. ഇതാണ് ഒരു ജനാധിപത്യത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് വരുന്നത്. പിന്നെയുള്ളത് എക്കണോമിക് ലിബർട്ടിയാണ്. എക്കണോമിക് ലിബർട്ടി എന്ന് പറയുമ്പോൾ ഫ്രീഡം ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഓക്യുപ്പേഷൻ, പ്രോപ്പർട്ടി, ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് ബിസിനസ്, ഇതിനൊക്കെയുള്ള ലിബർട്ടി. മോഡേൺ വ്യൂ, എക്കണോമിക് ലിബർട്ടി മസ്റ്റ് ബി ബാലൻസ്ഡ് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി എന്നാണ്. ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമൂഹിക നീതിയുമായിട്ട് ബാലൻസ് ചെയ്യണം. അതായത് നമ്മുടെ ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ മുഴുവൻ സമ്പത്തും ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിക്കാതെ മറ്റുള്ളവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിൽ അത് എന്ത് ചെയ്യണം, അത് സമൂഹത്തിലേക്ക് അതിൽ നിന്നൊരു വിഹിതം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നത് പോലെ. പിന്നെ നാഷണൽ ലിബർട്ടി എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് എ നാഷൻ ഫ്രം ഫോറിൻ ഡൊമിനേഷനാണ്. ഇനാബിൾ പീപ്പിൾ ടു ഗവേൺ ദംസെൽഫ് ആൻഡ് പ്രിസർവ് ദർ കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഒക്കെ ഇതിന് ഉദാഹരണം. അടുത്തത് നെഗറ്റീവ് ലിബർട്ടിയും പോസിറ്റീവ് ലിബർട്ടിയും. ഈ നെഗറ്റീവ് ലിബർട്ടിയും പോസിറ്റീവ് ലിബർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തിയറിയിലെ വലിയൊരു വിഷയമാണ്. അപ്പോൾ ദ ഡിബേറ്റ് കൺസേൺ എ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഇറ്റ് ട്രൂലി മീൻ ടു ബി ഫ്രീ? എന്താണ് സ്വതന്ത്രരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്നതിലൂന്നിയാണ് പോസിറ്റീവ് ലിബർട്ടിയും നെഗറ്റീവ് ലിബർട്ടിയുടെയും ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ബോത്ത് കൺസെപ്റ്റ് ആക്സെപ്റ്റ് ദാറ്റ് സം റീസ്ട്രേറ്റ് ഓൺ ഫ്രീഡം ആർ നെസസറി. കുറച്ച് ഇടപെടലൊക്കെ നമ്മുടെ നിയന്ത്രണമൊക്കെ നമ്മുടെ ഫ്രീഡത്തിലുണ്ടാവും. പക്ഷേ അവരുടെ ഡിസഗ്രിമെൻ്റ്, പോസിറ്റീവിലും നെഗറ്റീവിലുള്ള ഡിസഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ദേ ഡിസഗ്രി ഓൺ വാട്ട് കൗണ്ട് ആസ് റീസ്ട്രെയിൻ ആൻഡ് വാട്ട് ജെനുവിൻ ഫ്രീഡം റിക്വയർസ്. എന്താണ് ഈ നിയന്ത്രണം അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടത്? നമുക്കത് വിശദമായിട്ട് നോക്കാം. ഇതിനെക്കുറിച്ച് ഫേമസ് ആയിട്ട് അനലൈസ് ചെയ്തിരിക്കുന്നത് ഇസേ ബെർലിൻ അദ്ദേഹത്തിൻ്റെ 2 കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ്. പിന്നീട് മാക്കല്ലം ലേറ്റർ ബോത്ത് കൺസെപ്റ്റ് ചെയ്ത് സെം ട്രയാഡിക് ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുലയാണ് ഇതിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ് ഓർ ഒബ്സ്ട്രക്ഷൻ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആരുടെയും നിയന്ത്രണമോ അല്ലെങ്കിൽ ഇടപെടലുകളോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആണ്. എ പേഴ്സൺ ഈസ് ഫ്രീ വെൻ നോ എക്സ്റ്റേണൽ ഏജൻറ്റ്, ഗവൺമെൻറ്, ലോ ഓർ അതർ ഇൻഡിവിജ്വൽ പ്രിവെൻറ്റ് ഫ്രം ആക്ടിങ്. എ പേഴ്സൺ ഈസ് ഫ്രീ വെൻ നോ എക്സ്റ്റേണൽ ഇൻഡിവിജ്വൽ, ഗവൺമെൻറ് ഓർ അതർ ഇൻഡിവിജ്വൽ പ്രിവെൻറ്റ് ഹിം ഫ്രം ആക്ടിങ് ആണെങ്കിൽ. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്, നോട്ട് പ്രസൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി.
അപ്പോൾ ദ ഏരിയ വിത്തിൻ വിച്ച് എ മെൻ ക്യാൻ ആക്ട് അൺഒബ്സ്ട്രക്റ്റഡ് ബൈ അതേഴ്സ്, അതിനെയാണ് ഇവിടെ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഫിയർ, അവിടെ ഒരു മറ്റുള്ളവരുടെ ശല്യമില്ലാതെ മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യം. അപ്പം നെഗറ്റീവ് ലിബർട്ടിയിൽ എന്താ പറയുന്നത്? ആബ്സെൻസ് ഓഫ് ഇൻ്റർഫിയറൻസ് ആണ്. അവിടെ ഒരു ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല. ഇൻഡിവിജ്വൽ ഫ്രീ ആണ് ടു പെർസ്യൂ ദർ ഓൺ ഗോൾസ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? ആ പ്രശ്നത്തിൽ നിന്നാണ് പോസിറ്റീവ് ലിബർട്ടി എന്ന കൺസെപ്റ്റ് വരുന്നത്. അതിനു മുമ്പായിട്ട് ഇത് പ്രധാനപ്പെട്ട ചിന്തകന്മാർ, തിങ്കേഴ്സ് എന്ന് പറയുന്നത് ജോൺ ലോക്ക്, അദ്ദേഹമാണ് ഈ നാച്ചുറൽ റൈറ്റ്സും ലിമിറ്റഡ് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ കുറേ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ആഡം സ്മിത്ത്, ഫ്രീ മാർക്കറ്റ് ആൻഡ് എക്കണോമിക് ഇൻ്റർഫറൻസ്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഇല്ലാതെ കൊണ്ടുപോകുന്ന എക്കണോമിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ജെഎസ് മില്ലിൻ്റെ ഹാം പ്രിൻസിപ്പിൾ, അത് നമ്മൾ പഠിക്കും. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഹാം ആവുന്ന ഒരു സ്ഥലത്ത് മാത്രമേ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇസിയ ബെർലിനാണ് ഇപ്പോൾ നെഗറ്റീവ് ലിബർട്ടിയെ കുറിച്ചിട്ട് സിസ്റ്റമാറ്റിക് ഡിഫെൻസ് തന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹില്ലൽ, സ്റ്റെയ്നർ എന്ന് പറയുന്ന അദ്ദേഹവും ഒരു ഇൻറ്റൻഷണൽ ഫിസിക്കൽ ഇൻ്റർഫിയറൻസ് മാത്രമേ തടസ്സങ്ങളായിട്ട് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ തടസ്സം അല്ലെങ്കിൽ ഒബ്സ്റ്റാക്കിൾ എന്ന് പറയുന്നത്? നെഗറ്റീവ് ലിബർട്ടിയിൽ വളരെ നാരോ ഡെഫിനിഷനാണ്. കോയേഴ്സീവ് ലോസ് ആൻഡ് റെഗുലേഷൻ. കോയേഴ്സീവ് ലോസ് ആൻഡ് റെഗുലേഷൻ ഇതിൽ എന്താണ് ഒരു ഒബ്സ്റ്റാക്കിളാണ്. ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ, ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്സ്റ്റാക്കിളാണ്. ഫിസിക്കൽ ഫോഴ്സ് ഓർ കോയർഷൻ ബൈ അതേഴ്സ്, ഡെലിബറേറ്റ് ഇൻ്റർഫിയറൻസ് ബൈ അനദർ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഇൻ്റർഫിയറൻസ് ഉണ്ടായാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇതിന് മാത്രമാണ് നെഗറ്റീവ് ലിബർട്ടിയിൽ എന്തായിട്ട് പറയുന്ന ഒബ്സ്റ്റാക്കിളായിട്ട് പറയുന്നത്. വെരി നാരോ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് മാത്രമാണ് ഒരാളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നത്. പോവർട്ടി, ഇഗ്നോറൻസ്, ഇൽനെസ്, ലാക്ക് ഓഫ് റിസോഴ്സസ്, ഒരു മിസ്ഫോർച്യൂൺ ആയിട്ടാണ് കണ്ടിരിക്കുന്നത് അതിനൊക്കെ. ഇതൊക്കെ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു രാജ്യത്ത് ആർക്കും റൊട്ടി വാങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആരും അതിന് തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ അവിടെ റൊട്ടി വാങ്ങാനുള്ള പണമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നെഗറ്റീവ് ലിബർട്ടി അഡ്രസ്സ് ചെയ്യുന്നില്ല. നെഗറ്റീവ് ലിബർട്ടി പ്രകാരം നിങ്ങൾക്ക് റൊട്ടി വാങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ പണം ഉണ്ടോ ഇല്ലയോ എന്നത് നെഗറ്റീവ് ലിബർട്ടിയുടെ പ്രശ്നമല്ല. അതുപോലെ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ കുട്ടിക്ക് അതിനുള്ള സാമ്പത്തിക സാഹചര്യം ഉണ്ടോ എന്നുള്ളത് നെഗറ്റീവ് ലിബർട്ടി നോക്കുന്നില്ല. ഈ ഒരു പ്രശ്നത്തിൽ നിന്നാണ് നമ്മുടെ പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്ന ആശയം വരുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ലിബർട്ടിയിൽ എന്ന് പറയുന്നത് എനി ആക്ഷൻ എ പേഴ്സൺ മൈറ്റ് വിഷ് ടു പെർഫോം കൗണ്ട്സ് ഈവൻ ഡൂയിങ് നത്തിങ്. അതായത് ഒരാൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ അതും അയാളുടെ ലിബർട്ടിയാണ്. സോ ഫ്രീഡം എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇൻ്റർഫിയർ ചെയ്യാത്ത മേഖലകളെ മാത്രമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പേഴ്സണ് കോളേജിൽ പോവാം, അവിടെ നിയമപരമായ തടസ്സമൊന്നുമില്ല, പക്ഷെ അവർക്ക് അതിനുള്ള പൈസയുണ്ടോ എന്നുള്ള ചോദ്യം നെഗറ്റീവ് ലിബർട്ടിയിൽ ഇല്ല. ഇനി അടുത്തത് പോസിറ്റീവ് ലിബർട്ടി. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ദ റിയൽ കപ്പാസിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ആക്ട് ആൻഡ് ഡെവലപ്പ് വൺ സെൽഫ് ആണ്. ഇപ്പോൾ എന്താ പറയുക, എ പേഴ്സൺ ഈസ് ട്രൂലി ഫ്രീ വെൻ ദേ ഹാവ് ദ ആക്ച്വൽ എബിലിറ്റി, നോട്ട് ജസ്റ്റ് ലീഗൽ പെർമിഷൻ ടു പെർസ്യൂ ദർ ഗോൾസ്. ഒരാൾ ഫ്രീ ആവുന്ന എന്നത് എപ്പോഴാണ്? അവർക്കത് ചെയ്യാനുള്ള ശരിയായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. അല്ലാതെ ജസ്റ്റ് ഒരു ലീഗൽ പെർമിഷനല്ല. ഓപ്പർച്യൂണിറ്റീസ്, സോഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്ത്, ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതായത് ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തിക സാഹചര്യമായിട്ട് സ്കോളർഷിപ്പുകൾ നൽകണം, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് അതിനായിട്ടുള്ള സ്കീമുകൾ ഉണ്ടായിരിക്കണം. അവിടെ മാത്രമേ ലിബർട്ടി ഉള്ളൂ എന്നാണ് പോസിറ്റീവ് ലിബർട്ടി പറയുന്നത്. അപ്പോൾ ഫ്രീഡം റിക്യൂസ് ദ പ്രസൻസ് ഓഫ് ഇനാബിളിംഗ് കണ്ടീഷൻ, നോട്ട് ജസ്റ്റ് ദ ആബ്സെൻസ് ഓഫ് ഇൻ്റർഫിയറൻസ്. അവിടെ പറയുന്നത് ഈ ഒരു സാഹചര്യങ്ങളിലേക്ക് എത്താനുള്ള കണ്ടീഷൻസ് കൂടി അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനുള്ള കണ്ടീഷൻസ് കൂടി അവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ ജസ്റ്റ് ഇൻ്റർഫിയറൻസ് ഇല്ലാതിരുന്നാൽ അത് ഫ്രീഡം ആവില്ല. ദ ഈഗർ മെയിൻ്റനൻസ് ഓഫ് കണ്ടീഷൻ ഇൻ വിച്ച് മാൻ ഡെവലപ്പ് ദർ ഫുള്ളസ്റ്റ് കപ്പാസിറ്റീസ് എന്ന് പറയുന്നത് ഹെറോൾഡ് ജെ ലസ്കി. ഒരു മനുഷ്യന് പൂർണ്ണമായും വികസിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കർ TS ഗ്രീൻ ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫ്രീഡം ആസ് സെൽഫ് റിയലൈസേഷൻ ദ സ്റ്റേറ്റ് മസ്റ്റ് ഇനാബിൾ ഇൻഡിവിജ്വൽസ് ടു ഡെവലപ്പ്. അത് നമ്മുടെ സ്വയം തിരിച്ചറിയാനുള്ള ആ ഒരു പൂർണ്ണത കൈവരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതിന് സ്റ്റേറ്റ് സഹായിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹെറോൾഡ് ജെ ലസ്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലിബർട്ടി എന്ന് പറയുന്നത്, ലാസ്കി പറഞ്ഞിട്ടുള്ളത് ലിബർട്ടി റിക്യൂസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ദാറ്റ് അലോ റിയൽ ഡെവലപ്മെൻറ്റ്. വെറും ഒരു ഇൻ്റർഫറൻസ് ഇല്ലാതെ ഇരുന്നാൽ പോരാ, കൂടാതെ സാമൂഹിക സാഹചര്യങ്ങൾ വേണം. ഏണസ്റ്റ് ബാക്കർ പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് റോൾ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ സെക്യൂറിങ് ഫ്രീഡം. സ്റ്റേറ്റിനൊരു പോസിറ്റീവ് റോൾ ഉണ്ട് ഈ ഫ്രീഡം സെക്യൂർ ചെയ്യുന്നതിൽ.
ഇതിൽ ഗെറാൾഡ് മക്കല്ലം കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി നോക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ട്രഡീഷണൽ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി, പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് അദ്ദേഹം അതിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വ്യക്തി, ബി എന്ന് പറയുന്നത് കോൺസ്ട്രെയിൻ ഓർ ഒബ്സാക്ക്, ബി എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പഠിക്കുക എന്നതാണ് ബി. എ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻ ഓർ ഒബ്സ്റ്റാക്കിൾസ്, അവിടെ എന്താണ് ആ കുട്ടിയെ തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് എ എന്ന് പറയുന്നത്. ഇപ്പോൾ രവി ഈസ് ഫ്രീ ഫ്രം ഗവൺമെൻറ് സെൻസർഷിപ്പ് ടു എക്സ്പ്രസ് ഹിസ് വ്യൂസ് ആണെങ്കിൽ എക്സ് ആരാണ്? രവിക്ക് ഗവൺമെൻറ് സെൻസർഷിപ്പിൽ ഒന്നുമില്ല, ധൈര്യമായിട്ട് തൻ്റെ ആശയങ്ങൾ പറയാം. അങ്ങനെയാണെങ്കിൽ എക്സ് രവിയാണ്. എ എന്ന് പറയുന്നതാണ് ഇവിടെ ഗവൺമെൻറ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് അത് തടസ്സമായിട്ട് അവിടെ വരുന്നുണ്ടോ? ഇല്ല എങ്കിൽ അയാൾ ഫ്രീ ആണ്. ബി എക്സ്പ്രസിങ് ഹിസ് വ്യൂ, അദ്ദേഹം ചെയ്യുന്ന ആക്ഷൻ. വേറൊരു തരത്തിലാണെങ്കിൽ ഒരു കുട്ടി പഠിക്കാൻ പോവുകയാണ്, ആ കുട്ടി എന്ന് പറയുന്നത് എക്സ്, പഠിക്കുക എന്ന് പറയുന്നത് അവിടെ എന്താണ്? ബി ആണ്. അവിടെ നിയന്ത്രണം ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? അത് ഫ്രീ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ലിബർട്ടിയിൽ ബ്രോഡാണ്, വളരെ എന്താ പറയുക, ആക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ അതും ആക്ഷനിൽ കൂട്ടും. പോസിറ്റീവ് ലിബർട്ടിയിൽ ഈ ബി എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് പറ്റുന്ന ആക്ഷൻസിന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പം നമ്മൾ ഒരാളെ അടിമയായിട്ട് നമ്മളെ തന്നെ വിൽക്കുവാണ്. അപ്പം നെഗറ്റീവ് ലിബർട്ടിയിൽ അതിനുള്ള ഫ്രീഡം ഉണ്ട്, പോസിറ്റീവ് ലിബർട്ടിയിൽ ഇല്ല. ഒരു മനുഷ്യനെ വ്യക്തിത്വ വികാസത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പോസിറ്റീവ് ലിബർട്ടി ഫ്രീഡായിട്ട് കാണുകയുള്ളൂ. ഇനി ഒബ്സ്റ്റാക്കിൾ എന്ന് പറഞ്ഞാൽ അതിലാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നെഗറ്റീവ് ലിബർട്ടിയിൽ നിങ്ങളെ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണ്. എന്നാൽ പോസിറ്റീവ് ലിബർട്ടിയിൽ അവിടെ പോവർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ അല്ല, ഇഗ്നോറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ അല്ല, ട്രോമ, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒബ്സ്റ്റാക്കിളായിട്ട് കൂട്ടുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് നൺ ഇൻ്റർഫറൻസ് മാത്രമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് റിയൽ എബിലിറ്റി ആൻഡ് സെൽഫ് മാസ്റ്ററിനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദേ ആർ നോട്ട് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് അല്ല, ദേ സിംപ്ലി ഡിഫൈൻ ഒബ്സ്റ്റാക്കിൾസ് ആൻഡ് മീനിങ് ഫുൾ ആക്ഷൻ ഡിഫറെൻ്റ്ലി. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്സ്റ്റാക്കിൾസിനെയും മീനിങ് ഫുൾ ആക്ഷൻസിനെ അത് ഡിഫൈൻ ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി ആണ്. സോ ഫിലോസഫിക്കൽ ഡിസിമെൻ്റ് വാട്ട് കൗണ്ട് ആസ് എൻ ഒബ്സ്റ്റാക്കിൾ ആൻഡ് വാട്ട് കൗണ്ട് ആസ് എ മീനിങ് ഫുൾ ആക്ഷൻ. അപ്പോൾ വാട്ട് കൗണ്ട് ആസ് എൻ ഒബ്സ്റ്റാക്കിൾ, എന്താണ് തടസ്സം, എന്താണ് മീനിങ് ഫുൾ ആക്ഷൻ. ഐസിയ ബർലിൻ നെഗറ്റീവ് ലിബർട്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ദ ഏരിയ വിച്ച് എ മാൻ ക്യാൻ ആക്ട് അൺഒബ്സ്ട്രക്റ്റഡ് ബൈ അതേഴ്സ് എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒബ്സ്ട്രക്റ്റിൽ എന്തൊക്കെയായിരുന്നു? കോയസീവ് ലോസ് ആയിരുന്നു, സോഷ്യൽ അറേഞ്ച്മെൻറ്റ്, എക്കണോമിക് ഡിപ്രവേഷൻ, അൺഈക്വൽ പവർ റിലേഷൻസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഒബ്സ്റ്റാക്കിൾ ദെൻ സം അതർ നെഗറ്റീവ് ലിബർട്ടി തിങ്കേഴ്സ്. അതിൽ എക്കണോമിക് ഡിപ്രവേഷനും സോഷ്യൽ അറേഞ്ച്മെൻറ്റ്സും മറ്റുള്ള നെഗറ്റീവ് ലിബർട്ടി തിങ്കേഴ്സിന് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ആരുടേത്? ബേർലിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ ആ സ്റ്റാവിങ് പേഴ്സൺ മേ നോട്ട് ബി ജെന്യൂൻലി ഫ്രീ ടു ചൂസ് ബിക്കോസ് പോവർട്ടി ലിമിറ്റ് ദ അവൈലബിൾ ഓപ്ഷൻസ് എന്നുള്ള ഒരു പട്ടിണി എടുക്കുന്ന ആൾക്ക് പൈസ ഇല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എക്കണോമിക് ഡിപ്രവേഷനും സോഷ്യൽ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഗുഡ് ലൈഫ് ഇൻ ദ നെയിം ഓഫ് പോസിറ്റീവ് ലിബർട്ടി ക്യാൻ ജസ്റ്റിഫൈ ഒതോറിറ്റേറിയനിസം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് ലിബർട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വലിയ ആൾക്കാരുടെ നിന്ന് ടാക്സ് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു പരിധിയിൽ കഴിഞ്ഞ് അത് സ്റ്റേറ്റിൻ്റെ ഒരു ഏകാധിപത്യ അനുഭവത്തിൽ എല്ലാവരുടെ നിന്നും ടാക്സ് പിടിച്ചെടുക്കുക, എന്നിട്ട് ചിലപ്പോൾ അത് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരു ഏകാധിപത്യ രീതിയിലേക്ക് പോസിറ്റീവ് ലിബർട്ടി ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസിറ്റീവ് ലിബർട്ടി ഇഫ് ടേക്കൺ ടൂ ഫാർ can be used to override the individual own choices in the name of the true or rational self. നമ്മളങ്ങനെ ഒരുപാട് പോസിറ്റീവ് ലിബർട്ടിക്ക് അങ്ങോട്ട് കൊടുത്താൽ എല്ലാ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ ഒരു യുക്തിപരമായ വ്യക്തിത്വത്തെയൊക്കെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വാൺ ചെയ്തിരുന്നു. When the state decide what is truly good for you, it can take away your freedom in the name of making you free. നിങ്ങൾക്ക് എന്താണ് നല്ലത് എന്ന് സ്റ്റേറ്റ് തീരുമാനിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ പോവുകയാണെന്നുള്ള കൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹില്ലൽ സ്റ്റെയ്നർ എന്ന് പറയുന്ന നെഗറ്റീവ് ലിബർട്ടി, അദ്ദേഹം എന്നാണെങ്കിൽ വളരെ നാരോവറായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കൊടുത്തത്. ഇപ്പോൾ ഫിസിക്കൽ ബാരിയേഴ്സ്, ലീഗൽ റെസ്ട്രിക്ഷന്, ഇൻറ്റൻഷണൽ ഇൻ്റർഫിയറൻസും മാത്രമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒബ്സ്റ്റാക്കിൾ. പോവർട്ടിയോ ഇഗ്നോറൻസോ സോഷ്യൽ ഡിസഡ്വാൻറ്റേജോ ഒന്നുമല്ല. അദ്ദേഹം പറയുന്നത് ഒരു പുവർ പേഴ്സൺ സ്റ്റിൽ ഫ്രീ, എപ്പോഴും ഫ്രീ ആണ്. ഫുഡ് അവിടെ ഒരു ഫിസിക്കലി കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമുക്കൊരു ഫുഡ് വാങ്ങാനുള്ള ഒരു അവൈലബിലിറ്റി അദ്ദേഹത്തിന് ഇല്ല, പൈസ ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിർഭാഗ്യമാണ്. അതൊരു റെസ്ട്രിക്ഷൻ ഓൺ ലിബർട്ടി അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പോൾ poor person is still free to buy food if nobody physically prevents the fortune. The inability is a misfortune എന്നാണ് പറയുന്നത്. അപ്പോൾ ബേർലിൻ്റെ വ്യൂ ഓഫ് ഒബ്സ്റ്റാക്കിൾ കുറച്ചുകൂടി ബ്രോഡറാണ്. നിങ്ങൾ കണ്ടു, അതിൽ എക്കണോമിക് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻക്ലൂഡ്സ് പോവർട്ടി ഓഫണേഴ്സ് ഉണ്ടായിരുന്നു. സോഷ്യൽ കണ്ടീഷൻ പാർഷ്യലി അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ സ്റ്റെയ്നറിൻ്റെത് കംപ്ലീറ്റ് നാരോവർ ആയിരുന്നു, ആബ്സെൻസ് ഓഫ് ഇൻ്റർഫിയറൻസ് തന്നെ ആയിരുന്നു. ജെ.എസ്. മില്ലിൻ്റെ തിയറി ഇൻഡിവിജ്വൽ ഫ്രീഡം, അദ്ദേഹത്തിൻ്റെത് പ്രൊട്ടക്റ്റ് ഇൻഡിവിജ്വാലിറ്റി ഫ്രം ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. ഒരാളുടെ വ്യക്തിത്വത്തെ സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ നിന്നും സോഷ്യൽ കൺട്രോളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു വീക്ഷണമാണ് ഈ ജെ.എസ്. മില്ല് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബെർലിൻ പറഞ്ഞു, ഹില്ലസ്റ്റീൻ പറഞ്ഞു, ഇനി മില്ലിനെ കുറിച്ചാണ് പറയുന്നത്. The only purpose for which power can be rightfully exercised over any member of civilized community against his will is to prevent harms to others. നമുക്ക് പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ട് ഒരാളെ തടസ്സപ്പെടുത്തുക എപ്പോൾ അയാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അയാളുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് ഉപദ്രവകരമാവുന്നുണ്ടെങ്കിൽ മാത്രം. പീപ്പിൾ ഷുഡ് നോട്ട് ബി ഫോഴ്സ്ഡ് ടു ആക്ട് ഫോർ ദർ ഓൺ ബെനിഫിറ്റ് അലോൺ. അപ്പോൾ അത് പറയുന്നത് ഒരാളും അവരുടെ ഓൺ ബെനിഫിറ്റിന് മാത്രമായിട്ട് പ്രവർത്തിക്കാൻ ഉള്ള ഇതുണ്ടാവരുത്. അപ്പോൾ അത് സെൽഫ് റിഗാർഡിങ് അതർ റിഗാർഡിങ് ആക്ഷൻ. അപ്പോൾ സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ അഫക്റ്റിംഗ് പ്രൈമർലി ദ ഇൻഡിവിജ്വൽ, അതർ റിഗാർഡിങ് ദ ആക്ഷൻ അഫക്റ്റിംഗ് അതേഴ്സ് ഡയറക്റ്റ്ലി. ഇപ്പോൾ നമ്മൾ സെൽഫ് റിഗാർഡിങ്ങിലാണെങ്കിൽ റിലീജിയൻ, ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈല്, ചോയ്സസ്, പേഴ്സണൽ ബിലീഫ്, ഇതൊക്കെ ഒരാളുടെ സെൽഫ് റിഗാർഡിങ് ആക്ഷൻ. ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മിൽസ് വ്യൂസ് എന്ന് പറയുന്നത് സൊസൈറ്റി ഷുഡ് നോട്ട് ഇൻ്റർഫിയർ എന്നാണ്. അപ്പോൾ അതർ റിഗാർഡിങ് ആക്ഷൻ എന്ന് പറയുന്നത് തെഫ്റ്റ്, അസോൾട്ട്സ്, ഫ്രോഡ്, വയലൻസ്, അവിടെ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ബൗണ്ടറി, ഒരു ഫെയിൻഡായിട്ട് നിങ്ങൾക്ക് കാണും. കാരണം എന്ന് വെച്ചാൽ ഈ ചില ആക്ഷൻസ് ബോത്ത് ഇൻഡിവിജ്വൽ സൊസൈറ്റി, ഇപ്പോൾ ഡ്രിങ്കിങ് ആൽക്കഹോൾ അലോൺ ഈസ് സെൽഫ് റിഗാർഡിങ് എന്ന് പറയാം. പക്ഷേ ഡ്രങ്ക് ഡ്രൈവിംഗ് ഈസ് അതർ റിഗാർഡിങ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേർ ലിബർട്ടി ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്, വേർ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ബിക്കം ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു ഫെയിൻഡായിട്ടായിട്ടാണ് പറയാം. അപ്പോൾ 3 areas ഓഫ് ലിബർട്ടി പ്രൊട്ടക്റ്റഡ് ബൈ ബിൽ എന്ന് പറയുന്നത്, ഒന്ന് ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, ആൾക്കാർക്ക് ചിന്തിക്കാനും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അതോറിറ്റി ക്രിട്ടിസൈസ് ചെയ്യാനും, പിന്നെ എന്താണ് ഫ്രീ ഡിസ്കഷനും ഓപ്പൺ കണ്ടസ്റ്റിനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ഓഫ് ടേസ്റ്റ് ആൻഡ് പെർസ്യൂട്ട്സ്, ഇൻഡിവിജ്വൽസ് ഷുഡ് ചൂസ് ദർ ഓൺ ലൈഫ് സ്റ്റൈൽ, കരിയർ, ഹോബീസ് ആൻഡ് പേഴ്സണൽ ഗോൾസ്. പീപ്പിൾ നോ ദർ ഇൻട്രസ്റ്റ് ബെറ്റർ ദാൻ സൊസൈറ്റി ഡസ്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ലൈഫ് സ്റ്റൈലും കരിയറും ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഓരോരുത്തർക്കും അറിയാം അവർക്ക് എന്താ ബെറ്റർ എന്നുള്ളത്. പിന്നെ ഫ്രീഡം ഓഫ് അസോസിയേഷൻ, അവർ ഓർഗനൈസേഷനും യൂണിയനും ഒക്കെ ഫോം ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ലിബർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമൻ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈച്ച് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു സെൻറ്റർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, എവറി പേഴ്സൺ പൊസസ് യുണീക് ടാലൻറ്റ് ആൻഡ് എബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രീഡം അലോസ് അവരുടെ കപ്പാസിറ്റിയിൽ അവരുടേതായ രീതിയിൽ അവരെ വളരാൻ അനുവദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പെർസെപ്ഷൻ, എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി, അതിനാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയാം. ജഡ്ജ്മെൻറ്റ്, എബിലിറ്റി ടു മേക്ക് വൈസ് ചോയ്സസ്. മെൻ്റൽ ആക്ടിവിറ്റി, എബിലിറ്റി ടു തിങ്ക്, റീസൺ, ഇമാജിൻ ആൻഡ് ക്വസ്റ്റ്യൻ. മോറൽ ലിസണിങ്, എബിലിറ്റി ടു ഡിസ്റ്റിങ്വിഷ് റൈറ്റ് ഫ്രം റോങ്. അപ്പോൾ ഇങ്ങനെയാണ് സ്വാതന്ത്ര്യ മനുഷ്യനിൽ ഉണ്ടാവുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് സ്വയം സെൽഫ് റിയലൈസേഷനിലേക്ക് പോവാം. അപ്പോൾ സിഗ്നിഫിക്കൻസ് മിൽ തിയറി എന്ന് പറയുന്നത്, ഇൻഡിവിജ്വലി ഇറ്റ് എൻകറേജ് സെൽഫ് ഡെവലപ്മെൻറ്റ്, പ്രൊട്ടക്ട് ഓട്ടോണമി, ബിൽഡ്സ് ക്യാരക്ടർ. സോഷ്യലി അതെന്ന് ഡൈവേഴ്സിറ്റി, ഇന്നോവേഷൻ, സോഷ്യൽ പ്രോഗ്രസ് ഒക്കെ കൊണ്ടുവരുന്നു. പൊളിറ്റിക്കലി സ്റ്റേറ്റ് പവർ അതിനെ ലിമിറ്റ് ചെയ്യുന്നു, പ്രൊട്ടക്ട് സിവിൽ ലിബർട്ടീസ്. അപ്പോൾ ഇതൊക്കെയാണ് ജെ.എസ്. മില്ല് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹാം പ്രിൻസിപ്പിളും സെൽഫ് റിഗാർഡിങ് ആൻഡ് അതർ റിഗാർഡിങ് ആക്ഷൻസ്.